ഹായ് നമസ്കാരം, ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് നീറ്റ് ആപ്ലിക്കേഷനെ കുറിച്ചാണ്. നീറ്റ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഒരു പക്ഷേ അപേക്ഷിക്കുന്ന ഒരു എക്സാമിനേഷനാണ് നീറ്റ് എക്സാമിനേഷൻ. നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് NTA ഇൻഫർമേഷൻ അനുസരിച്ച് നീറ്റ് എക്സാമിനേഷൻ ആപ്ലിക്കേഷൻ അയക്കാൻ ഓൾറെഡി രജിസ്ട്രേഷൻ ഓപ്പൺ ആയി കഴിഞ്ഞു. മാർച്ച് 7 വരെ രാത്രി 11:50 വരെ ആപ്ലിക്കേഷൻ അയക്കാനുള്ള എല്ലാ സൗകര്യവുമുണ്ട്. മാർച്ച് 7 ആപ്ലിക്കേഷൻ ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തിയാകുന്നു. അതിനുശേഷം മാർച്ച് 9 മുതൽ 11 വരെയുള്ള സമയത്ത് ചില പ്രത്യേക മേഖലകളിൽ എന്തെങ്കിലും കറക്ഷൻസ്, അതായത് നമുക്കൊരു ഫർദർ വെരിഫിക്കേഷന് അനുവദിക്കുന്ന സമയമാണ്. ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്താനായിട്ട് കറക്ഷൻസ് നടത്താൻ അനുവദിക്കുന്ന ഒരു കറക്ഷൻ വിൻഡോ കൂടി നമുക്ക് അവൈലബിൾ ആയിരിക്കും മാർച്ച് 9 മുതൽ 11 വരെയുള്ള സമയത്ത്. അതിനുശേഷം എക്സാമിനേഷൻ ഈ വർഷം നടത്തുന്നത് പെൻ ആൻഡ് പേപ്പർ മോഡിലാണ്. ഇതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പെൻ ആൻഡ് പേപ്പർ മോഡിലാണ്. പ്രീ കോവിഡ് പീരീഡിന് മുൻപ് എങ്ങനെയായിരുന്നു അതേ ഫോമാറ്റിലായിരിക്കും എക്സാമിനേഷൻ നടത്തുന്നത്. മെയ് 4 ഉച്ച കഴിഞ്ഞ് 2 മണി മുതൽ 5 മണി വരെയുള്ള സമയത്താണ് നീറ്റ് എക്സാമിനേഷൻ നടത്തുന്നത്. ഇന്ത്യയിലാകമാനം വിവിധ സ്ഥലങ്ങളിലായിട്ടാണ് എക്സാമിനേഷൻ നടത്തുന്നത്. അതും 13 ഭാഷകളിൽ എക്സാമിനേഷൻ നടത്തുന്നു. 13 ഭാഷകൾ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷുണ്ട്, ഹിന്ദിയുണ്ട്, പിന്നെ മലയാളം, തമിഴ്, തെലുഗു, ഉറുദു, കന്നഡ എന്നിങ്ങനെയുള്ള ഭാഷകളിലെല്ലാം തന്നെ ഈ എക്സാമിനേഷൻ എഴുതാവുന്നതാണ്. പക്ഷേ നമ്മൾ ആപ്ലിക്കേഷൻ അയക്കുന്ന സമയത്ത് അത് ചൂസ് ചെയ്യേണ്ടിയിരിക്കുന്നു. അല്ല, ആപ്ലിക്കേഷൻ്റെ രജിസ്ട്രേഷൻ ടൈമിൽ ഏത് ഭാഷയാണ് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് ആ ഭാഷ നമ്മൾ ചൂസ് ചെയ്യണം. ഇപ്പോൾ ഇംഗ്ലീഷ് മാത്രമാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ എക്സാമിനേഷൻ പേപ്പർ കംപ്ലീറ്റ് ആയിട്ടും ഇംഗ്ലീഷിലായിരിക്കും. അതേസമയം ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദിയാണ് ഒരു കാൻഡിഡേറ്റ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ആ എക്സാമിനേഷൻ പേപ്പറിൽ 2 ലാംഗ്വേജസ് ഉണ്ടായിരിക്കും. അതായത് ഇംഗ്ലീഷും ഉണ്ടാകും, അതുപോലെ തന്നെ ഹിന്ദിയും ഉണ്ടാകും. അതേസമയം ഇംഗ്ലീഷും അതുപോലെ മറ്റേതെങ്കിലും റീജിയണൽ ലാംഗ്വേജ് ആണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ മലയാളം, ഉറുദു, തമിഴ്, തെലുഗു, കന്നഡ, ആസാമീസ് അങ്ങനെയുള്ള ഏതെങ്കിലും ഭാഷകളാണ് നമ്മൾ കൂടെ ചൂസ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ തന്നെ 2 ഭാഷകളിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഭാഷ നമ്മൾ ചൂസ് ചെയ്യേണ്ടതാണ്. ഇനി ആപ്ലിക്കേഷൻ അയക്കേണ്ട 3 സ്റ്റെപ്സ് ആണുള്ളത്. സ്റ്റെപ്പ് 1, നമ്മൾ ആദ്യമേ തന്നെ ഒരു ഇമെയിൽ ID അതുപോലെ ഒരു ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഒരു സിസ്റ്റം ജനറേറ്റഡ് ആപ്ലിക്കേഷൻ നമ്പർ നമുക്ക് ലഭിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനീഷ്യൽ ഇൻഫർമേഷൻസ് കൊടുക്കണം, ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഇമെയിൽ IDയും അതുപോലെ തന്നെ മൊബൈൽ നമ്പറും പറ്റുമെങ്കിൽ കാൻഡിഡേറ്റിൻ്റെ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ പേരൻസിൻ്റെയോ അതല്ലെങ്കിൽ ഗാർഡിയനായിട്ടുള്ള രക്ഷിതാവ് ആരാണോ അവരുടേതോ ആയിരിക്കണം. കാരണം പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ രീതിയിലുള്ള നോട്ടിഫിക്കേഷൻസും നമുക്ക് വരുന്നത് ഈ നമ്മൾ പ്രൊവൈഡഡ് ചെയ്തിരിക്കുന്ന ഇമെയിൽ ID അല്ലെങ്കിൽ SMS അലേർട്ട് വരുന്നത് പോലും ഈ പറയുന്ന മൊബൈൽ നമ്പറിലേക്കായിരിക്കും. പിന്നെ ഭാവിയിൽ ഓരോ പ്രാവശ്യം നമ്മൾ നമ്മുടെ ഈ നീറ്റിൻ്റെ, അതായത് NTA സൈറ്റിൽ നീറ്റിനെ കുറിച്ച് ഇൻഫർമേഷൻസ് നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന നമ്പർ, ഒരു കാൻഡിഡേറ്റ് ഉപയോഗിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് സിസ്റ്റം ജനറേറ്റഡ് ആയിട്ട് ആദ്യം കിട്ടിയിരിക്കുന്ന ആ ഒരു നമ്പറായിരിക്കും, ആപ്ലിക്കേഷൻ നമ്പറായിരിക്കും, കൂടെ പാസ്വേഡ് ആയിരിക്കും ഉപയോഗിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ കെയർഫുൾ ആയിരിക്കണം. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്ന് ആപ്ലിക്കേഷൻ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ സെയിം ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് വീണ്ടും ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തിട്ട് ബാക്കിയുള്ള ഇനീഷ്യൽ ഇൻഫർമേഷൻസ് എല്ലാം നമ്മൾ കൊടുക്കണം. അതായത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഇൻക്ലൂഡിങ് നെയിം. അപ്പം നെയിമൊക്കെ വളരെ കൃത്യമായിരിക്കണം, കാരണം ഇതിനോടൊപ്പം തന്നെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതിന് പല ഇൻക്ലൂഡിങ് 12th അഡ്മിറ്റ് കാർഡ് വരെ ഉപയോഗിച്ച് നമുക്ക് ഡോക്യുമെൻറ്റ്സ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. റേഷൻ കാർഡ്, പാസ്പോർട്ട്, അതുപോലെ തന്നെ മറ്റേതെങ്കിലും ID കാർഡ്, ഇങ്ങനെയുള്ള പല ഇതായിരിക്കും. എന്തായാലും വളരെ കൃത്യമായിട്ട് ആപ്ലിക്കേഷൻ ഇനീഷ്യൽ രജിസ്ട്രേഷൻ നടത്തിയിരിക്കണം. നമ്മുടെ ഇനീഷ്യൽ ഇൻഫർമേഷൻ ഇൻക്ലൂഡിങ് നമ്മൾ ഏത് ഭാഷയിലാണ് എക്സാമിനേഷൻ എഴുതാൻ ആഗ്രഹിക്കുന്നത് അതുവരെ കൊടുക്കണം. എല്ലാ ഇൻഫർമേഷൻസും കൊടുത്തു. ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും അപ്പം 11th മാർക്ക് 11th എക്സാമിനേഷൻ നടത്തി മാർക്ക് ഷീറ്റ് കിട്ടിയിരിക്കുന്നതിന് അതിൻ്റെ ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കേണ്ടി വരും. പിന്നെ 12th അഡ്മിറ്റ് കാർഡിൻ്റെ നമ്പറൊക്കെ കൊടുക്കേണ്ടി വരും. ഇങ്ങനെ കുറേ ഫോർമാലിറ്റീസ് കൂടെ ഉണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ സംഘടിപ്പിച്ച് വെച്ചിരിക്കണം. ഇപ്പോൾ പുറത്ത് എവിടെയെങ്കിലും പോയി സ്വന്തമായിട്ട് ചെയ്യുന്നതല്ല, പുറത്ത് ഏതെങ്കിലും സെൻറ്റേഴ്സിൽ പോയിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ കയ്യിലുണ്ടായിരിക്കണം. അതിനുശേഷമാണ് ഈ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷനിലേക്ക് പോകുക. പിന്നെ ഒറ്റത്തവണ എല്ലാം ചെയ്യാൻ പറ്റിയില്ല എന്ന് വച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. പലപ്പോഴും നമുക്ക് 2-3 പ്രാവശ്യമായിട്ടായിരിക്കും ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ കംപ്ലീറ്റ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാറുള്ളത്. എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ്
പല ഡോക്യുമെൻസും അപ്ലോഡ് ചെയ്യണം. സാധാരണ നീറ്റ് ആപ്ലിക്കേഷന് വേണ്ട ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ ഇതിനു മുന്നേ ഒരു കാര്യം കൂടി പറയട്ടെ. ഈ ആപ്ലിക്കേഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഡൗൺലോഡ് ചെയ്യുക. അതായത് NTA സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ അവൈലബിൾ ആണ്. ആ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റയർ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. എൻ്റയർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡിങ് ദ സിലബസ് ആണ്. അതായത് 3 സബ്ജക്റ്റാണ് ഉള്ളത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയാണ്. ബയോളജിയിൽ ഡെഫിനറ്റായിട്ടും ബോട്ടണിയും സുവോളജിയും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 45 മാർക്ക് വീതം ഓരോ ഭാഗത്തു നിന്നും 4 ഭാഗത്തു നിന്നായിട്ട് 45 മാർക്കിന് വേണ്ട ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. 180 ക്വസ്റ്റ്യൻസ് 180 മിനിറ്റുമാണ്. അപ്പം ഈ സിലബസിൽ ആ സബ്ജക്റ്റുകളിൽ നിന്ന് വരാവുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെ, ആ ചാപ്റ്റേഴ്സിലെ ഓരോ കീ പോയിൻറ്റ്സ് ഏതൊക്കെയാണ്, ഇതെല്ലാം തന്നെ ഈ ഒരു ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കിട്ടും. കൂടാതെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. A to Z കാര്യങ്ങൾ ഈ ഒരു ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഡൗൺലോഡ് ചെയ്താൽ മതി. അപ്പോൾ അത് വായിച്ച് മനസ്സിലാക്കിയ ശേഷം ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സിലേക്ക് ചെല്ലുന്നത് ഏറ്റവും എളുപ്പമായിരിക്കും. ഇൻക്ലൂഡിങ് കോളേജുകൾ, എന്തൊക്കെയാണ് റിസർവേഷൻ ക്രൈറ്റീരിയ, എത്ര ശതമാനം ഓരോ കാറ്റഗറീസിന് കിട്ടും, പിന്നെ ഈവൻ ഈ റിസർവേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ആപ്ലിക്കേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോമാറ്റ് അവൈലബിൾ ആണ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് അവൈലബിൾ ആണ്. പിന്നെ ഫീസ് സ്ട്രക്ചർ എന്താണ്, അതായത് പ്രത്യേകിച്ചൊരു കാര്യം പറയേണ്ടത്, ഒരു ഇൻഫർമേഷൻ ബുള്ളറ്റ്, ഈവൻ ഒരു ആപ്ലിക്കേഷൻ ഫോം, രജിസ്ട്രേഷൻ ഫോം നമ്മൾ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ പേജിൻ്റെ അപ്പിയറൻസ് എന്തൊക്കെയാണ്, ഓരോ പേജിലും നമ്മൾ എന്തൊക്കെയാണ് ഫില്ല് ചെയ്യേണ്ടത്, ഓരോ ഇപ്പോൾ എക്സാമിനേഷൻ നടത്തിയ, അതായത് 12th പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർ ചൂസ് ചെയ്യേണ്ട കോഡ് ഏതാണ്, അതുപോലെ തന്നെ 12th കംപ്ലീറ്റ് പാസ് ഔട്ടായ കുട്ടികളാണെങ്കിൽ അവർ ഏത് കോഡാണ് ഉപയോഗിക്കേണ്ടത്. അപ്പം 12th പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ റിസൾട്ട് അവൈറ്റിംഗ് ആണെങ്കിൽ അവർ കോഡ് 1ഉം മറ്റുള്ളവർ കോഡ് 2ഉം, അതുപോലെ തന്നെ ഫസ്റ്റ് ഇയർ BSc പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ NIOS, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിങ്, അതുപോലെ സ്റ്റേറ്റ് ബോർഡുകളുണ്ടാവും. പിന്നെ സ്റ്റേറ്റ് ബോർഡ് ഇൻ ദ സെൻസ് സ്റ്റേറ്റ് ചില റെക്കഗ്നൈസ്ഡ് ബോർഡാണ്, നമ്മുടെ സാധാരണ ബോർഡ് എക്സാമിനേഷൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഓപ്പൺ സ്കൂൾ, അതിനൊക്കെ സെപ്പറേറ്റ് കോഡുകളാണ് ഉപയോഗിക്കുക. അപ്പോൾ അതെല്ലാം നമുക്ക് ഈ പറയുന്ന ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ. എല്ലാം സ്കാൻഡ് ഡോക്യുമെൻറ്റ്സ് ആണ്. ഈ സ്കാൻഡ് ഡോക്യുമെൻറ്റ്സ് അതിന് പർട്ടിക്കുലർ ആയിട്ടുള്ള അതിൻ്റെ സൈസ് പറയുന്നുണ്ട്. സൈസ് നോക്കിയിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ഇനി പറയുന്നവയൊക്കെയാണ് പല ടൈപ്പിലുള്ള ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഈ ഡോക്യുമെൻറ്റ്സ് പൊതുവെ PDF അല്ലെങ്കിൽ JPEG അതല്ലെങ്കിൽ JPG ഈ ഫോമാറ്റിലുള്ള ഡോക്യുമെൻറ്റ്സ് ആണ് അക്സെപ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്കത് ഒരിക്കലും ഈ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ ഈ ഫോമാറ്റിലുള്ള ഡോക്യുമെൻറ്റ്സ് ആണ് പ്രധാനമായിട്ട് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഒന്ന്, പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫാണ്, റീസെൻ്റ്ലി ടേക്കൺ ആയിരിക്കണം, കളർ ഫോട്ടോഗ്രാഫ് ആയിരിക്കണം. 2, 80% നമ്മുടെ ഫേസ് കാണിക്കുന്നതായിരിക്കണം, അപ്പം നേരെ ഇരുന്നിട്ട് ചെയ്യണം. പിന്നെ മാസ്ക് ഉണ്ടാകാൻ പാടില്ല. മറ്റൊരു കാര്യം, ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിരിക്കണം. ആ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ എടുത്തിരിക്കുന്ന ഫോട്ടോഗ്രാഫ്. രണ്ടാമത്തെ, പോസ്റ്റ് കാർഡ് സൈസിലുള്ള ഫോട്ടോഗ്രാഫാണ്. ഇതും സെയിം ഫോമാറ്റ് തന്നെയാണ്, പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോഗ്രാഫ്. ഈ 2 ടൈപ്പിലുള്ള ഫോട്ടോഗ്രാഫ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഫോട്ടോഗ്രാഫ്സ് എടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു 8-10 കോപ്പീസ് നമ്മുടെ കയ്യിലിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്, സെയിം. കാരണം പിന്നീട് അങ്ങോട്ടുള്ള ഓരോ സ്റ്റെപ്സിലും, അതായത് കൗൺസിലിംഗ് ആണെങ്കിലും അഡ്മിറ്റ് കാർഡ് നമ്മൾ എക്സാമിനേഷന് പോകുമ്പോൾ കൊണ്ടുപോകണം. ഈ അഡ്മിറ്റ് കാർഡിലേക്ക് വേണ്ടതും എന്ത് തന്നെയാണ്, ഇതേ ഫോട്ടോഗ്രാഫ് നമ്മൾ ഒട്ടിക്കേണ്ടി വരും. അപ്പം അതിനുള്ള കോപ്പീസ് എടുക്കണം. ഫർദറായിട്ട് അഡ്മിഷൻ പ്രോസസ്സ് നടക്കുമ്പോൾ അഡ്മിഷൻ കിട്ടുന്നവർക്ക് അതിൻ്റെ ഭാഗമായിട്ട് കൗൺസിലിങ്ങും ബാക്കി അഡ്മിഷൻ്റെ എല്ലാ ആവശ്യകതകൾക്ക് വേണ്ടിയിട്ട് ഇതേ ഫോട്ടോഗ്രാഫാണ് ഉപയോഗിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നമ്പർ ഓഫ് കോപ്പീസ് എടുത്ത് കയ്യിൽ വെക്കേണ്ടത് ആവശ്യമാണ്. സ്റ്റുഡിയോയിൽ പോയി എടുക്കുന്നവർ സോഫ്റ്റ് കോപ്പി കൂടി നമ്മുടെ കയ്യിൽ ഒരു ഇമെയിലിലോ എന്തിലെങ്കിലും നമ്മളതിൻ്റെ ഒരു കോപ്പി സേവ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും, ഫർദറായിട്ട് ഫ്യൂച്ചറിൽ എപ്പോഴും ഉപയോഗിക്കാവുന്ന രീതിയിൽ. പിന്നെ ആപ്ലിക്കേഷൻ ആണെങ്കിൽ തന്നെ ഇതുപോലെ തന്നെ ഇതിൻ്റെ കൺഫർമേഷൻ പേജ് നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കണം എന്ന് NTA തന്നെ പറയുന്നുണ്ട്. ആപ്ലിക്കേഷൻ ആണെങ്കിൽ അഡ്മിറ്റ് കാർഡ് ആണെങ്കിൽ ഇതിൻ്റെ സ്കോർ കാർഡ് പിന്നെ വരും. സ്കോർ കാർഡ് നമ്മൾ ഓരോ കാൻഡിഡേറ്റും ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് വയ്ക്കുകയോ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടാണ്. കാരണം ഈ ഭാവിയിൽ, അതായത് ഒരു 2025 ഒക്ടോബർ 31 ശേഷം ഒരു പക്ഷേങ്കിൽ നമ്മൾ ഇതിൻ്റെ ഒരു കോപ്പി എടുക്കാൻ വേണ്ടിയിട്ട് വെബ്സൈറ്റിൽ കയറിയാൽ നമുക്ക് ലഭ്യമാകണമെന്ന് ഇല്ല. ഇനി അടുത്തത് വേണ്ടത് സിഗ്നേച്ചറാണ്. അപ്പോൾ ഈ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫും അതുപോലെ ഫോട്ടോഗ്രാഫിൻ്റെ സൈസ് പറഞ്ഞിരിക്കുന്നത് 50 KB to
200 KB ആണ്. ഇനി രണ്ടാമത്തെ പറഞ്ഞ സിഗ്നേച്ചറാണ്. സിഗ്നേച്ചർ ഇതുപോലെ തന്നെ ചെറിയൊരു സിഗ്നേച്ചർ വൈറ്റ് പേപ്പറിൽ എടുത്ത് വെക്കണം. സിഗ്നേച്ചറിൻ്റെ സൈസ് 10 KB to 50 KB ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പിന്നെ കാൻഡിഡേറ്റിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ആൻഡ് റൈറ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷനാണ്. ഇതിനും സൈസ് ഉണ്ട്. പിന്നെ വേണ്ടത് സർട്ടിഫിക്കറ്റ്സ് ആണ്. സർട്ടിഫിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ 10th സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ തന്നെ കാറ്റഗറി സർട്ടിഫിക്കറ്റ്. ഫോർ എക്സാമ്പിൾ ഇപ്പം NCL ആണോ, ഇപ്പം OBC NCL ഉണ്ട്, SC ST PWD. PWD എന്ന് പറഞ്ഞാൽ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി. പിന്നെ PWBD ഉണ്ട്, പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി. അപ്പോൾ ഇതിനെയൊക്കെ പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യണം. ഇതിൻ്റെയൊക്കെ ഫയൽ സൈസ് 50 KB to 300 KB ആണ്. അപ്പോൾ ഇത്തരം എല്ലാ ഡോക്യുമെൻസും കയ്യിലുണ്ടായിരിക്കണം എന്ന് അർത്ഥം ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ നടത്തുന്ന സമയത്ത്. ചില കേസുകളിൽ ചിലർക്ക് സ്വയം എഴുതാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകില്ല, അവർക്ക് എഴുതാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടാകാം. അങ്ങനെ വരുന്നവർക്ക് സ്ക്രൈബിനെ വെക്കേണ്ടി വരും. അപ്പോൾ ഈ സ്ക്രൈബിനെ വെക്കുകയാണെങ്കിൽ തന്നെ സ്ക്രൈബിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇതുപോലെ കൊടുത്തിരിക്കണം. സ്ക്രൈബിൻ്റെ സിഗ്നേച്ചർ തൊട്ട്, സ്ക്രൈബിൻ്റെ ഫോട്ടോഗ്രാഫ് തൊട്ട്, സ്ക്രൈബിൻ്റെ ക്വാളിഫിക്കേഷൻ തൊട്ട്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ഇതിനെല്ലാത്തിനുമുള്ള ഫോമാറ്റ് ഈ ഇൻഫർമേഷൻ ബുള്ളറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അതിനനുസരിച്ച് അതിനകത്ത് വേണ്ട ഡീറ്റെയിൽസ് ഫിൽ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ട് വേണ്ട ഡോക്യുമെൻറ്റ്സ്, അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ്. ഇനി ഫീസ് സ്ട്രക്ചറാണ്. ഫീസ് സ്ട്രക്ചർ ഇപ്പോൾ ജനറൽ കാൻഡിഡേറ്റ്സ്, ഈ ജനറൽ കാൻഡിഡേറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ OBC NCL ഉണ്ട്. OBC NCL എന്ന് പറയുമ്പം അതർ ബാക്ക്വേർഡ് ക്ലാസ് നോൺ ക്രീമി ലെയർ ആയിരിക്കണം. നോൺ ക്രീമി ലെയർ ആയിട്ടുള്ളവർക്ക് അവർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ ക്രീമി ലെയർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമ്മൾ ഉൾപ്പെടുത്തണമെങ്കിൽ സെൻട്രൽ ലിസ്റ്റിൽ വന്നിട്ടുള്ളവരാണ്. അപ്പോൾ ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ ഉള്ള ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് നോക്കിക്കഴിഞ്ഞാൽ സെൻട്രൽ ലിസ്റ്റിൽ ഉൾപ്പെടുന്നവരാണോ എന്നറിയാൻ പറ്റും. ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ആ ലിസ്റ്റിൽ നോക്കിയിട്ട് അതിലുള്ളവരല്ല എങ്കിൽ, സെൻട്രൽ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റിലുണ്ട് പക്ഷേ സെൻട്രൽ ലിസ്റ്റിൽ ഇല്ല എങ്കിൽ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷനിൽ ജനറൽ എന്ന കാറ്റഗറിയിലാണ് നമ്മൾ ഇത് ഓപ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ OBC ക്രീമി ലെയർ ആണെങ്കിൽ ജനറലാണ്, സാധാരണ ജനറൽ കാൻഡിഡേറ്റ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. യൂഷ്വലി 8 ലക്ഷമാണ് ഈ ഇൻകം ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ താഴെ നിൽക്കുന്നവരെയാണ് OBC NCL ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടുക. അല്ലാത്തവരെല്ലാം ജനറൽ കാൻഡിഡേറ്റ്സ് ആയിരിക്കും. അപ്പോൾ ജനറൽ കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ളവർ 1700 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസായിട്ട് അടയ്ക്കേണ്ടത്. അത് ഓൺലൈനായിട്ട് തന്നെയാണ് അടയ്ക്കേണ്ടത്. അതേസമയം EWS, അതായത് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന് പറയും, EWS OBC NCL ഈ 2 കാറ്റഗറിയിൽ വരുന്നവർ 1600 രൂപയാണ് ഫീസ് അടയ്ക്കേണ്ടത്. പിന്നെ മറ്റുള്ളവർ SC ST PWD അതുപോലെ തന്നെ തേർഡ് ജെൻഡർ ഈ കാറ്റഗറിയിൽ വരുന്നവർ 1000 രൂപ അടയ്ക്കണം. അതേസമയം കാൻഡിഡേറ്റ്സ് ഇന്ത്യക്ക് പുറത്തു നിന്നുള്ളവരാണെങ്കിൽ, ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ അവർ അടയ്ക്കേണ്ട ഫീസ് 9500 രൂപയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഫീസ് സ്ട്രക്ചറിനെ കുറിച്ച്. ഇനി ഏജാണ് 17 വയസ്സ് പൂർത്തിയായിരിക്കണം. അതായത് 2008 ഡിസംബർ 31 മുൻപ് ജനിച്ചവരായിരിക്കണം. സബ്ജക്ട്സ് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ബയോളജിയിൽ ബയോടെക്നോളജിയും ആകാം. മിനിമം മാർക്ക് എന്ന് പറയുന്നത് 50% മാർക്കാണ് ഓരോ കാൻഡിഡേറ്റിനും വേണ്ടത്. നീറ്റ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന ഓരോ കാറ്റഗറിക്കും അതിനനുസരിച്ച് വ്യത്യാസങ്ങളുണ്ട്. സ്വതവേ നമുക്കറിയാം, ഏകദേശം കഴിഞ്ഞ വർഷത്തേക്ക് ട്രെൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 20 ലക്ഷത്തിൽ കൂടുതൽ കുട്ടികളാണ് നീറ്റ് പരീക്ഷയ്ക്ക് എഴുതിയത്. ഉള്ള സീറ്റ് എന്ന് പറയുന്നത് മിനിമം നമ്പർ ഓഫ് സീറ്റ്സ് ആണ് നമുക്കറിയാം. നീറ്റ് എന്ന് പറയുന്ന പരീക്ഷയാണ് പൊതുവെ എല്ലാ തരത്തിലുള്ള മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കോഴ്സുകൾക്കും, ഇൻ ദ സെൻസ് പാരാമെഡിക്കൽ അല്ല പറഞ്ഞത്. ഇപ്പം MBBS, BDS, BSMS, BUMS, BHMS, BAMS, പിന്നെ വെറ്റിനറി BVSc ആൻഡ് AH, പിന്നെ BSc അഗ്രികൾച്ചർ. ഈ കോഴ്സുകൾക്കെല്ലാം തന്നെ ഈ പറയുന്നത്. പിന്നെ ഇതുകൂടാതെ ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജ്, ആംഡ് ഫോഴ്സസിൽ ഇതേപോലെ തന്നെ ഈ നീറ്റിനെ ബേസ് ചെയ്തിട്ടാണ് അഡ്മിഷൻ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്, രജിസ്ട്രേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. പിന്നെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചില നേഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ 100% അഡ്മിഷൻ ത്രൂ നീറ്റ് സ്കോറിനെ ബേസ് ചെയ്തിട്ടാണ്. മറ്റൊരു കാര്യം, ഇപ്പോൾ BH ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി പോലെയുള്ള യൂണിവേഴ്സിറ്റികളിലേക്കും ഇതേപോലെ തന്നെ നീറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ അഡ്മിഷൻസ് നടക്കുന്നത്. പിന്നെ ജിപ്മർ, എയിംസ്, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ വിദേശത്തേക്ക് പോകണമെങ്കിൽ പോലും
നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ നീറ്റ് ക്വാളിഫൈഡ് ആണ്. നീറ്റിൻ്റെ കട്ട് ഓഫ് മാർക്കെങ്കിലും മുകളിൽ മാർക്ക് കിട്ടിയിരിക്കണം. ഈ കട്ട് ഓഫ് എന്ന് പറയുന്നത് അറിയാം, എല്ലാവർക്കും അറിയാം, 720 ടോട്ടൽ. അതിൽ പെർസെൻറ്റേജിൽ വെച്ചിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത്, പെർസെൻറ്റേജ് അല്ല. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു എന്ന് പറയുന്ന കട്ട് ഓഫ് മാർക്ക് യൂഷ്വലി ഓരോ വർഷവും വ്യത്യാസങ്ങൾ വരാറുണ്ട്. അത് ചിലപ്പം 120 ആകാം, 116 ആകാം, അല്ലെങ്കിൽ 137 ആകാം, അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഓരോ വർഷവും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഈ കട്ട് ഓഫ് മാർക്ക് കിട്ടിയാൽ മാത്രമാണ് എവിടെയും നമുക്ക് ഈവൻ ഏത് രീതിയിലാണെങ്കിൽ പോലും ഒരു MBBS അഡ്മിഷൻ തരപ്പെടുകയുള്ളൂ. പിന്നെ ഇതിനകത്ത് റിസർവേഷൻ ഉണ്ട്. റിസർവേഷൻ എന്ന് പറയുന്നത് പൊതുവേ ഇപ്പം OBC NCLക്കാർക്കാണ് 27% റിസർവേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ OBC NCLൽ പെടുന്ന ഒത്തിരി കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടി ഉള്ളതാണ് ഈ പറയുന്ന 27%. പിന്നെ SC കാറ്റഗറിയിൽ ആണെങ്കിൽ 15% റിസർവേഷനും, ST കാറ്റഗറിയിലാണെങ്കിൽ 7.5 ആണ് പെർസെൻറ്റേജാണ് റിസർവേഷൻ. ഇനി അതുകൂടാതെ ഇപ്പോൾ PWD ആണെങ്കിൽ അവർക്ക് ഏത് കാറ്റഗറി എടുത്താലും, ഇപ്പം ജനറൽ ആണെങ്കിലും SC ആണെങ്കിലും OBC NCL ആണെങ്കിലും അല്ലെങ്കിൽ ST ആണെങ്കിലും ഏത് കാറ്റഗറിയിലാണ് അവർ ഉൾപ്പെടുന്നതെങ്കിലും 5% റിസർവേഷൻ അവർക്കുള്ളതാണ്. ഇനി EWS ജനറൽ കാൻഡിഡേറ്റ്സിൽ EWS ആണെങ്കിൽ അവർക്ക് 10% റിസർവേഷൻ ഉണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ വേണ്ട കാര്യങ്ങളാണ്, ഏകദേശമായിട്ടുള്ളൊരു ധാരണകളാണ് ഞാൻ ഇതുവരെ പങ്കുവച്ചത്. ഇനി ആപ്ലിക്കേഷൻ അയക്കാനുള്ള രജിസ്ട്രേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. അവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് ലിങ്ക് ക്ലിക്ക് ചെയ്യുക, ആപ്ലിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് വളരെ കൃത്യമായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. ആസ് പെർ ദ റിക്വയർമെൻ്റ് ആയിരിക്കണം. ഇപ്പം പേരിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു സ്പേസ്, അതായത് ഫസ്റ്റ് നെയിമും സെക്കൻഡ് നെയിമും, അല്ലെങ്കിൽ ഫസ്റ്റ് നെയിമും മിഡിൽ നെയിമും ലാസ്റ്റ് പാർട്ടും തമ്മിലുള്ള സ്പേസിങ് ഉണ്ടെങ്കിൽ ആ സ്പേസിങ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം. സ്പെല്ലിങ്സ് കറക്റ്റ് ആയിരിക്കണം. എന്തെങ്കിലും ഒരു മൈന്യൂട്ടായിട്ടുള്ള ഒരു മിസ്റ്റേക്ക് നമ്മൾ വരുത്തിയാൽ തീർച്ചയായിട്ടും പിന്നീട് ഇത് കറക്റ്റ് ചെയ്യപ്പെടുക ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഫൈനലി സബ്മിറ്റ് ചെയ്യുക എന്ന പ്രോസസ്സാണ് ഫൈനൽ. ഈ സബ്മിഷന് മുമ്പ് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് നമുക്ക് റിവ്യൂ ചെയ്യാനുള്ള ഒരു ചെക്ക് ലിസ്റ്റ് തന്നെ അവൈലബിൾ ആയിരിക്കും. അതൊക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. റിവ്യൂ ചെയ്യാനുള്ള ഓരോ കാര്യങ്ങൾ അതിനകത്തുണ്ട്. നമ്മുടെ എൻ്റയർ ആപ്ലിക്കേഷൻ ഫോം റിവ്യൂ ചെയ്യാം. റിവ്യൂ ചെയ്തതിന് ശേഷം എല്ലാം കൃത്യമാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം, അതായത് പേഴ്സണലി ഇപ്പോൾ നമ്മൾ വേറൊരാളുടെ സഹായം ഉപയോഗിച്ചിട്ടാണ് ഏതെങ്കിലും സെൻറ്റേഴ്സിൽ പോയിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ പേഴ്സണലി ഓരോ ഭാഗവും കൃത്യമായിട്ട് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം ഫൈനൽ സബ്മിറ്റ് ചെയ്യുക. കാരണം പിന്നീട് ഒരു കറക്ഷൻ നടക്കാൻ സാധ്യത ഒട്ടും തന്നെ ഇല്ല, ചില മേഖലകൾ ഒഴിച്ച്. സോ വളരെ ശ്രദ്ധിച്ച് ആപ്ലിക്കേഷൻ അയക്കുക. ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയാൽ ആ ഒരു കാരണം കൊണ്ട് തന്നെ നമുക്കൊരു വർഷം ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം. അപ്പോൾ അങ്ങനെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി വളരെ സൂക്ഷിച്ച് ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്.